നമസ്കാരം. അക്കൗണ്ടിംഗ് ആൻഡ് GST ലേണിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കാര്യം QRMP സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്ന കാര്യം ക്വാർട്ടർലി റിട്ടേൺ വിത്ത് മന്ത്ലി പേയ്മെൻറ്റ് സ്കീം, അതായത് QRMP. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിന് മുമ്പ് ഒരു ക്വാർട്ടർലി റിട്ടേൺ ഉണ്ടാകും. ആ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GSR 1 നമ്മൾ ക്വാർട്ടർലിയും 3B നമ്മൾ മന്ത്ലിയും ചെയ്തു വന്നിരുന്നു. പക്ഷേ ഈ ഒരു സ്കീം വന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, GSR 1ഉം 3B നമ്മൾ ക്വാർട്ടർലിയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സ്മാൾ കമ്പനീസിൻ്റെ ഒക്കെ വർക്ക് ലോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു വർക്ക് ലോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ഒരു GST പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ക്വാർട്ടർലി റിട്ടേൺ ചെയ്യുമ്പോൾ അതിൽ ഈ GSR 1 നമ്മൾ ചെയ്യുമ്പോൾ അത് ക്വാർട്ടർലി ചെയ്യുന്നത് കൊണ്ട് ഈ B2B ബില്ലൊക്കെ നമ്മളെ ഡീലേഴ്സിന്, അതായത് നമ്മളെ കൗണ്ടർ പാർട്ടീസിന് അത് ക്ലെയിം ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചാണ് ഈ ഒരു ഈ പുതിയ സ്കീം വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞാൽ നമുക്ക് IFF ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് മാൻഡേറ്ററി അല്ല, ഇത് ഓപ്ഷനിലാണ്. വേണമെന്നെങ്കിൽ നമുക്ക് നമ്മളെ അതായത് കൗണ്ടർ പാർട്ടീസ് B2B ബില്ല് ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയൽ ചെയ്യാം. ആ ഫയൽ ചെയ്യുന്ന അതിനൊരു പ്രത്യേക ഒരു സ്പെസിഫൈഡ് ഡേറ്റ് ഒക്കെ ഉണ്ട്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്കീം എന്താണെന്നുള്ള അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങൾ കരുതുക, അത് ക്വാർട്ടർലി റിട്ടേൺ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുണ്ടാകുന്ന ആ ക്വാർട്ടർ റിട്ടേൺ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്ന സ്കീമാണ്. ഇനി പഴയ റിട്ടേൺ ഉണ്ടാവില്ല, ഇനി ഈ QRMP സ്കീം ആയിരിക്കും ഇനി കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇത് മോഡിഫൈ ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല, കാരണം GSTയിൽ എപ്പോഴും ഒരു ചേഞ്ചും നോട്ടിഫിക്കേഷനും എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇനി ഈ QRMP സ്കീമായിരിക്കും, അതായത് ക്വാർട്ടർലി റിട്ടേൺ ഉണ്ടാവില്ല, ഈ ഒരു സ്കീമാവും ഇനി കണ്ടിന്യൂ ആയിട്ട് പോവുക. അപ്പോൾ ഈ സ്കീമിൽ കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം എങ്ങനെയാണുള്ളത്. അതായത് വാട്ട് ഈസ് ക്വാർട്ടർലി റിട്ടേൺ വിത്ത് മന്ത്ലി പേയ്മെൻറ്റ് സ്കീം. അതായത് QRMP സ്കീം ഈസ് ഫോർ സ്മാൾ ടാക്സ് പേയേഴ്സ് ടു ഫയൽ ദെയർ GSR 1 ആൻഡ് ഫോം GSR 3B റിട്ടേൺ ഓൺ ക്വാർട്ടർലി ബേസിസ് വൈൽ പേയിങ് ദെയർ ടാക്സ് ഡ്യൂസ് മന്ത്ലി ത്രൂ എ സിമ്പിൾ ചലാൻ. അതായത് അതായത് ഇതിന് ഇവിടെ ഒരു ലിമിറ്റ് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്മാൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മുൻപ് ക്വാർട്ടർലി റിട്ടേൺ ചെയ്യുമ്പോൾ 1.5 കോടിയുടെ ഉള്ളിലുള്ള ആൾക്കാരാണോ, ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 5 കോടിയുടെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്കീം തിരഞ്ഞെടുക്കാം. അതായത് QRMP സ്കീം ഈസ് ഫോർ സ്മാൾ പേയേഴ്സ്, അതായത് 5 കോടിയുടെ ഉള്ളിലാണ് പറയുന്നത്. അത് നമുക്ക് അടുത്തതിൽ വരുന്നുണ്ട്, അതിൻ്റെ എലിജിബിലിറ്റിയുടെ ക്രൈറ്റീരിയ വരുന്നുണ്ട്. അപ്പോൾ ഫോം GSR 1ഉം ഫോം GSR 3B നമ്മൾ ക്വാർട്ടർലി ചെയ്താൽ മതി. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് നമുക്ക് ഡ്യൂസ് ഉണ്ടെങ്കിൽ അടക്കണം. അതായത് ടാക്സ് ഡ്യൂസ് ഉണ്ട്, അതായത് നമ്മളെ ഔട്ട്പുട്ട് ലാബിലിറ്റി നമ്മളെ ഇൻപുട്ട് ലാബിലിറ്റിനേക്കാൾ കൂടുകയാണെങ്കിൽ നമുക്ക് ടാക്സ് നമ്മളെ ഒരു ചലാൻ, അതായത് PMT 06 എന്നുള്ള ഒരു ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ചലാൻ അടക്കാം. അത് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡും അതേപോലെ ഫിക്സഡ് സം മെത്തേഡും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഒരു കാര്യം പറഞ്ഞാൽ ദിസ് സ്കീം അവൈൽ ടു എവരി വൺ, അതായത് ഈ ഒരു സ്കീം എല്ലാവർക്കും അവൈലബിൾ ആണോ എന്നുള്ളതാണ്. അതായത് GSR 1ഉം GSR 3Bയും ചെയ്യാൻ ലാബിലിറ്റി ഉള്ള എല്ലാ ടാക്സ് പേയേഴ്സിനും ഈ ഒരു സ്കീം അത് അവൈലബിൾ ആണ്. പക്ഷെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അടുത്തൊരു ക്രൈറ്റീരിയ ആൾ ടാക്സ് പേയേഴ്സ് whose aggregate turnover is up to 5 crore in the current and preceding financial year and have filed their last due GSR 3B return are eligible for the scheme. അതായത് ടാക്സ് പേയേഴ്സ് 5 കോടിയുടെ ഉള്ളിലായിരിക്കണം വരെ, അതായത് കറണ്ട് ഇയറിലും അതേപോലെ പ്രിസീഡിങ് ഇയറിലും ടേൺ ഓവർ വരേണ്ടത്. അപ്പോൾ ആ സ്കീം ഓപ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ ടേൺ ഓവർ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഈ 3B കറക്റ്റായിട്ട് ആ കഴിഞ്ഞ ഇതിന് മുമ്പുള്ള, അതായത് ഈ സ്കീം ഈ ഒരു ക്വാർട്ടർ നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതിന് തൊട്ട് മുമ്പത്തെ 3B കറക്റ്റ് ഡേറ്റിൽ ഫയൽ ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് എലിജിബിലിറ്റി കിട്ടുള്ളൂ. കാരണം പിന്നെ അതേപോലെ തന്നെ ഹൗ ഡു ഐ ഹാവ് അവൈൽ ദി സ്കീം. അപ്പോൾ ഈ ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ ഇത് അവൈൽ ചെയ്യാം. അപ്പോൾ നമുക്കിത് നമ്മുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ GSTയുടെ യൂസർ ID ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സർവീസിൽ റിട്ടേൺ ഇങ്ങനെ ഈ ഒരു ഈ ടാബിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കീം എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് എപ്പോൾ ആണെങ്കിലും ഇത് ഓപ്റ്റ് ചെയ്യാൻ കഴിയില്ല, അതിനൊരു സ്പെസിഫൈഡ്
ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ടൈം എപ്പോഴൊക്കെ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടർ നമ്മൾ എന്ത് ചെയ്യുക, 1 ഫെബ്രുവരി ടു 30 ഏപ്രിലാണ്. ഇത് നമുക്ക് സൈറ്റിൽ പോയിട്ട് നമുക്ക് ഈ ഒരു സാധനം ചെക്ക് ചെയ്യാം. അതായത് ഈ ഡേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ സ്കീം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഓരോ ക്വാർട്ടറും. അപ്പൊ നമുക്ക് ഈ ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വാർട്ടർ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ക്വാർട്ടറിൽ റിട്ടേൺ, അതായത് സ്കീം വേണ്ടാന്ന് നമുക്ക് വരികയാണെങ്കിൽ അടുത്ത മാസം നമുക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നമുക്ക് മന്ത്ലി ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെയ് ടു 31 ജൂലൈയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ സ്കീമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഏപ്രിൽ മെയ് ജൂൺ നമുക്ക് ക്വാർട്ടർ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫെബ്രുവരി ടു 30 ഏപ്രിൽ. ഇനി അടുത്ത ക്വാർട്ടർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെയ് ടു 31 ജൂലൈ വരെ ഉള്ള സമയമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ സ്പെസിഫൈഡ് ടൈം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഒക്ടോബർ ടു ഡിസംബർ ഉള്ള ക്വാർട്ടർ എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഒക്ടോബർ ടു 31 ഒക്ടോബർ വരെ സമയമുണ്ട് നമുക്ക് ആ ക്വാർട്ടർ തിരഞ്ഞെടുക്കേണ്ട സമയം. പക്ഷെ നമ്മൾ ഓരോ ക്വാർട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ GSTR 3B നമ്മൾ കറക്റ്റായിട്ട് ഡ്യൂ ഇല്ലാതെ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. അതിന് ഡ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാർട്ടർ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോൾ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്താലേ നമുക്ക് ഈ ക്വാർട്ടർ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു മാൻഡേറ്ററി അല്ല ഈ ക്വാർട്ടർ തിരഞ്ഞെടുക്കുക. അതായത് നമ്മളൊരു ക്വാർട്ടർ തിരഞ്ഞെടുത്തു, അടുത്ത ക്വാർട്ടറിൽ നമുക്ക് ടേൺ ഓവർ കൂടാണ്, നമുക്ക് ഈ ക്വാർട്ടറിൽ സ്കീം ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ അടുത്ത പറഞ്ഞു, ഡു ഐ നീഡ് എൻ്റർ ദ സ്കീം എവരി ക്വാർട്ടർ ടു അവൈൽ ദിസ് ബെനിഫിറ്റ്? നോ. നമ്മളൊരു ഒരു വട്ടം അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇത് ഈ സ്കീം പോകും. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ക്വാർട്ടർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ സ്കീം അടുത്ത ക്വാർട്ടറിൽ ഇത് ഓട്ടോമാറ്റിക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്കീമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതേപോലെ നിങ്ങൾ ഇതേപോലെ ഇപ്പോൾ ലോഗിൻ സർവീസ് റിട്ടേൺ പോയിട്ട് ഇതിൽ ഓപ്റ്റ് ഇൻ എന്നുള്ള ക്വാർട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടോ ഇത് പറയുന്നുണ്ട്, നോ വൺസ് ഓപ്റ്റഡ് ദ സ്കീം വിൽ കണ്ടിന്യൂ ഫോർ യു അൺലെസ് യു ഡിസൈഡ് ടു എക്സിറ്റ് ഓർ ഓപ്റ്റ് ഔട്ട്. അതായത് നിങ്ങൾക്ക് തീരുമാനിക്കുക അവിടെ എന്ത് ചെയ്യുക, അതിൽ നിന്ന് പുറത്ത് പോരാ. അതായത് ഒരു ക്വാർട്ടർ നിങ്ങൾ തിരഞ്ഞെടുത്തു, അടുത്ത ക്വാർട്ടർ ഇത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ക്വാർട്ടർ ആയിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ അടുത്ത ക്വാർട്ടറിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മെയ് ടു ജൂലൈയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ സർവീസ് പോയിട്ട് നിങ്ങൾ അതേപോലെ റിട്ടേൺ ഇങ്ങനെ ആ ഒരു ഓപ്റ്റ് ഇൻ ക്വാർട്ടറിൽ റിട്ടേൺ എന്നുള്ള ഇതിൽ ടാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സംഭവം നിങ്ങൾക്ക് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കണു. അടുത്തത് നമ്മളെന്താ, ചില ആൾക്കാർക്ക് ഇത് ഒരു സ്കീം ഇതെങ്ങനെ അതായത് എങ്ങനെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. അതിവിടെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അതായത് നമ്മൾ ആദ്യം ഇവിടെ ലോഗിൻ ചെയ്യുക, എന്നിട്ട് സർവീസിൽ പോയി റിട്ടേൺ ചെയ്യുക, എന്നിട്ട് അതേപോലെ നമ്മൾ ആ ഓപ്റ്റ് ഇൻ എന്നുള്ള ക്വാർട്ടർലി റിട്ടേൺ ഉള്ളത് തിരഞ്ഞെടുക്കുക. ഇത് അടുത്തത് നമ്മൾ പറയാനുള്ളത് നമ്മളെ അഗ്രിഗേറ്റ് ആണ്. മൈ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഈസ് ലെസ് ദാൻ ₹5 crore ബട്ട് സ്റ്റിൽ ദ സിസ്റ്റം ഡസ് നോട്ട് അലൗ മീ ഓപ്റ്റ് ഇൻ ഫോർ ദ സ്കീം. അതായത് നമ്മളെ അഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ 5 കോടിയുടെ താഴെ, അതായത് പ്രീസീഡിങ് ഇയറിൽ 5 കോടിയുടെ താഴെയാണ്, കറണ്ട് ഇയർ 5 കോടിയുടെ താഴെ. പക്ഷെ നമുക്ക് ഈ ഒരു സ്കീം ഇതിൽ ഓട്ടോമാറ്റിക് വരാൻ അത് അലോ ചെയ്യണില്ല എന്നുള്ള എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, പ്ലീസ് ചെക്ക് ഇഫ് യു ഹാവ് ഫയൽഡ് യുവർ ലാസ്റ്റ് GSTR 3B ഫോർ. അതായത് നിങ്ങളുടെ GSTR 3B ഫയൽ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്തിരിക്കണം. അതായത് ലാബിലിറ്റി ഇല്ലാതെ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ടേൺ ഓവർ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എലിജിബിലിറ്റി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ 3B ലേറ്റ് ആയി ഫയൽ ചെയ്തുകൊണ്ട് ലേറ്റ് ഫീ വന്നിട്ടുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് ആ ക്വാർട്ടറിൽ, അതായത് നമുക്ക് ഇനി വരാൻ പോകുന്ന ക്വാർട്ടറിൽ ആ സ്കീം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് 3B ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാർട്ടർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാം. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ഹാവ് മൾട്ടിപ്പിൾ GSTN ഓൺ ദ സെയിം പാൻ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, ക്യാൻ ഐ ഓപ്റ്റ് ഫോർ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്? അതായത് നമുക്ക് അതായത് വ്യത്യസ്ത തരം, അതായത് നമുക്ക് നമ്മളെ സെയിം പാൻ കാർഡ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് GST നമ്പർ ഉണ്ടാവും. അതായത് നമ്മൾ തമിഴ്നാട്, നമ്മളെ പാനിൽ ചിലപ്പോൾ തമിഴ്നാട്ടിലൊരു കമ്പനി ഉണ്ടാവും, അതേപോലെ കർണാടകയിൽ ഉണ്ടാവും, അതേപോലെ കേരളത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഈ എല്ലാത്തിലും നമുക്ക് ഈ സ്കീം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കീമിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്കത് ആണോ യെസ് യു, അപ്പോൾ നമുക്ക് അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിക്കണം. അപ്പോൾ അത് നമുക്ക് യെസ് യു മേ ഓപ്റ്റ് ഇൻ ഫോർ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഫോർ മന്ത്ലി ഓർ ക്വാർട്ടർലി ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ. നിങ്ങൾക്ക് മന്ത്ലി ആയിട്ടോ അതേപോലെ ക്വാർട്ടർലി ആയിട്ടോ നിങ്ങൾക്ക് ഇതിൽ ഈ സ്കീമിലേക്ക് വരാം. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. പിന്നെ അടുത്തത് ഫ്രം വെൻ ഈ സ്കീംസ് അവൈലബിൾ. അത് നമ്മളെ സ്കീം ടു 1 ജനുവരി 2020, അതായത് നമ്മളെ ന്യൂ ഇയറിലാണ് നമുക്ക് ഈ ഒരു സ്കീം അവൈലബിൾ ആയത്. നമ്മളെ QRMP സ്കീം അവൈലബിൾ ആയത് നമ്മുടെ സ്കീം അവൈലബിൾ ആയത് നമ്മുടെ ന്യൂ ഇയറിലാണ്.
ഇനി അടുത്തതായി പറയാനുള്ളത് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ചോദ്യം, ഐ ഹാവ് റിസീവ്ഡ് ആൻ ഇമെയിൽ സെയിങ് ഐ ഹാവ് ബീൻ ഡിഫാൾട്ട് ടു ദ സ്കീം, വാട്ട് ഷുഡ് ഐ ഡു? അതായത് ചില ആൾക്കാർ ഇപ്പോൾ 1.5 കോടി താഴെയുള്ള ആൾക്കാരൊക്കെ ക്വാർട്ടർലി ചെയ്തു വരുന്ന ആൾക്കാരൊക്കെ ഡിഫാൾട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, QRMP സ്കീമിലേക്ക് ഡിഫാൾട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കീമിൽ കണ്ടിന്യൂ ചെയ്യുക. അതായത് നിങ്ങൾ ക്വാർട്ടർലി റിട്ടേണിൽ കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഇപ്പം ജനുവരി ടു 31, അതായത് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ടു 31 മാർച്ച് വരെയുള്ള ആ സ്കീം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 31 ജനുവരിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കീമിൽ നിന്ന് പുറത്ത് വരാമെന്ന്, അതായത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നു. ഇനി അടുത്ത സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്കീമിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിന് ഓപ്റ്റ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്കീം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതായത് 1.5 കോടി താഴെയുള്ള മുന്നേ ക്വാർട്ടർലി ചെയ്യുന്ന ആൾക്കാർക്ക് ഡിഫോൾട്ടായിട്ട് ഈ ഒരു സ്കീമിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്കീം തന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു അവസരം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആ സ്കീം ഇപ്പോൾ 31 ജനുവരി വരുന്ന ഫസ്റ്റ് സ്കീമിൻ്റെ, അതായത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ, അത് തുടങ്ങിയ മുതലുള്ള ക്വാർട്ടറിൻ്റെ ഡേറ്റ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത ക്വാർട്ടറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് 1 മെയ് മുതലാണ് തുടങ്ങുന്നത് അതിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്തത് ചോദിക്കണം, ഐ ആം എലിജിബിൾ ഫോർ ദ സ്കീം ബട്ട് വാസ് നോട്ട് ഡിഫോൾട്ടഡ് ടു ദ സ്കീം, വാട്ട് ഷുഡ് ഐ ഡു? യു മേ എൻ്റർ ദ സ്കീം ബൈ നാവിഗേറ്റ്. അത് നിങ്ങൾക്ക് ഈ ഒരു സർവീസിൽ, അതായത് നമ്മളെ GSTയുടെ സൈറ്റിൽ പോയിട്ട് സർവീസിൽ റിട്ടേൺ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും എലിജിബിലിറ്റിയുടെ, അതായത് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ 5 crore താഴെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാം. കൂടാതെ തന്നെ അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്കീം, അതായത് ഐ ആം എലിജിബിൾ ഫോർ ദ സ്കീം ബട്ട് വാസ് നോട്ട് ഡിഫാൾട്ടഡ് ടു ദ സ്കീം, വാട്ട് ഷുഡ് ഐ ഡു? അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്മളെ GSTയുടെ സൈറ്റിൽ പോകുക, എന്നിട്ട് സർവീസിൽ പോയി കഴിഞ്ഞാൽ അതിൽ റിട്ടേണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വാർട്ടർലി റിട്ടേൺ തിരഞ്ഞെടുക്കാം. അതിന് ക്വാർട്ടർലി റിട്ടേൺ തിരഞ്ഞെടുക്കേണ്ട കേസ് നിങ്ങൾ GST 3B, അതായത് നിങ്ങളെ ലാബിലിറ്റി ഒക്കെ എന്തായാലും ഡ്യൂ ഉള്ളതൊക്കെ അടച്ച് തീർത്തിട്ട് നിങ്ങളെന്തായാലും നിങ്ങളെ പ്രിസീഡിങ് ടേൺ ഓവർ അതായത് 5 കോടിയുടെ ഉള്ളിലായിരിക്കണം. ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് ഒരു 5 കോടിയുടെ ഉള്ളിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സ്കീം തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാനദണ്ഡമായിട്ട് പരിഗണിക്കണം. പിന്നെ അടുത്തത്, ഡു ഐ ഹാവ് ഡു എനിത്തിങ് ദ ഫസ്റ്റ് 2 months ഓഫ് ദ ക്വാർട്ടർ? Do I have do anything the first 2 months of the quarter? Yes, you have to generate a payment challan for the first 2 months of the quarter. You have an option to either self-assess your liability or pay 35% of cash liability paid in form GSR 3B for the last quarter. In case of where GSR 3B was filed quarterly, or 100% of the cash liability paid in form GSR 3B for the last month in case where form GSR 3B was filed monthly through a challan. However, you do not have to take any action in the following cases. അതായത് നമ്മളൊരു ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് 2 മാസം നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഈ നമ്മളെ പേയ്മെൻറ്റ്, അതായത് നമ്മൾ ക്വാർട്ടർലി ആണ് നമ്മൾ GSR 1ഉം 3Bയും ചെയ്യുന്നത്. പക്ഷേ ക്വാർട്ടർലി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് എന്തായാലും ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളെ അതായത് ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മന്ത്ലി നമുക്ക് ചെയ്തു വരണം. അതായത് ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി അടക്കണം. അതായത് ഏത് കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഔട്ട്പുട്ടിനെ കാട്ടിക്കും നമ്മളെ ഇൻപുട്ടിനെ കാട്ടിക്കും ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ടാക്സ് നമുക്ക് അടക്കേണ്ടി വരും. അപ്പോൾ ആ ടാക്സ് അടക്കേണ്ട രീതി നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫിക്സഡ് മെത്തേഡും ഉണ്ട്, അതേപോലെ സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡും ഉണ്ട്. കൂടാതെ തന്നെ ഈ ഫിക്സഡ് മെത്തേഡിൽ നമുക്ക് 35% ഓഫ് ക്യാഷ്, അതായത് നമ്മൾ ക്വാർട്ടർലി, അതായത് നമ്മൾ മുന്നേ ക്വാർട്ടർലി ചെയ്യുന്ന ആൾക്കാർ, അതായത് ക്വാർട്ടർലി റിട്ടേൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ക്വാർട്ടർലി ചെയ്ത പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റിൻ്റെ 35% നിങ്ങൾക്ക് ടാക്സ് അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മന്ത്ലി ആദ്യത്തെ 2 മാസം അടച്ചു പോരാ. കൂടാതെ തന്നെ നിങ്ങൾ മന്ത്ലി, അതായത് നിങ്ങൾ അതായത് കഴിഞ്ഞ ക്വാർട്ടർ, അതായത് നിങ്ങൾ മന്ത്ലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ മന്ത്ലി ചെയ്യുന്ന ആൾക്കാർ, ഈ ക്വാർട്ടർ തിരഞ്ഞെടുത്ത ആൾക്കാർ മന്ത്ലി ആ കഴിഞ്ഞ മാസം എത്രയാണോ ഒരു അടച്ചത്, 3Bയിൽ അടച്ചത്, ക്യാഷ് പേയ്മെൻറ്റ് എത്ര നടത്തിയത് അതിൻ്റെ 100%. ഇപ്പോൾ ഒരു 10,000 ആണോ 3Bയിൽ ഒരു ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെങ്കിൽ ആ 10,000 തന്നെ അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മന്ത്ലി അടച്ചു പോരാം. അങ്ങനെ പ്രീവിയസ് മന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ അടക്കാം. അല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡ്. അത് നമ്മൾ 3B ചെയ്യണ പോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്
ഈക്വൽ ടു എത്ര വരുന്നത്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ലാബിലിറ്റീസ് മൈനസ് ഇൻപുട്ട്. അത് നമുക്ക് ടാക്സ് ഡ്യൂ ആണെങ്കിൽ നമുക്ക്, അതായത് നമ്മൾ ഔട്ട്പുട്ട് കൂടുകയും നമ്മളെ ഇൻപുട്ട് കുറയുകയും ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ടാക്സ് ഡ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ അടക്കുന്ന രീതിയാണ് സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡ്. പിന്നെ കൂടാതെ ചില കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ്, അതായത് however you do not have to take any action in the following cases. അതായത് നിങ്ങൾ ഈ ഒരു കേസിൽ, അതായത് നമുക്കൊരു ലാബിലിറ്റി ഇല്ല, അതായത് നമ്മളെ ഇൻപുട്ട് അതായത് ഔട്ട്പുട്ടിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമുക്ക് അതായത് ആ മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മളെ ടാക്സ് ലാബിലിറ്റി നില്ലാണെങ്കിൽ നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യേണ്ട, നമുക്ക് ക്വാർട്ടർലി മാത്രം നമുക്ക് നമ്മളെ ഫയൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്താൽ മതിയായിരിക്കും. അതായത് നമ്മൾ ക്വാർട്ടർലി നമ്മൾ GSR 1 3 അതായത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്താൽ മതിയായിരിക്കും. അതായത് ടാക്സ് ലാബിലിറ്റി ഇല്ലെങ്കിലും അതേപോലെ നമുക്ക് അതായത് നമ്മളെ ഇൻപുട്ട് അധികം ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ മന്ത്ലി പേയ്മെൻറ്റ് അടക്കേണ്ട ഒരു കേസ് വരുന്നില്ല. നമുക്ക് എപ്പോഴാണ് വരുന്നുള്ളൂ, നമ്മളെ ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഔട്ട്പുട്ട് കൂടുതലാവുമ്പോഴുള്ള ആ കേസിൽ മാത്രമേ നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് അടക്കേണ്ടത്. അത് നമുക്ക് രണ്ട് രീതി ഉണ്ട്, സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡും ഉണ്ട്, അതേപോലെ ഫിക്സഡ് മെത്തേഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം എന്താ മനസ്സിലായി വിചാരിക്കണം, വലിയ കോംപ്ലിക്കേഷനും ഇല്ല അതിൽ, അതായത് നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ വെൻ ഡു ഐ ഹാവ് ടു ഡെപ്പോസിറ്റ് സച്ച് എമൗണ്ട്, അത് നിങ്ങൾക്ക് എന്നാണ് നമ്മൾ ഈ എമൗണ്ട് അടക്കേണ്ടത്, അതായത് നമുക്ക് ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ എന്നാണ് നമുക്ക് എമൗണ്ട് അടക്കുക. അതായത് നമ്മൾ ജനുവരിയിലെ, അതായത് ജനറലി ചലാൻ ഈസ് ടു ബി ജനറേറ്റഡ് ബൈ 25th ഓഫ് ദ നെക്സ്റ്റ് മന്ത്. ഫോർ എക്സാമ്പിൾ, ഫോർ ദ മന്ത് ഓഫ് ജനുവരി ചലാൻ ആസ് ടു ജനറേറ്റഡ് ബൈ 25th ഓഫ് ഫെബ്രുവരി. ഹവർ there may be instance where such date may be extended by the government. ചില കേസിൽ ഈ ഒരു ഡേറ്റ് മാറ്റിയിരിക്കാം, അതായത് നമ്മൾ ജനുവരിയിലെ, അതായത് നമുക്ക് നമ്മളെ ജനുവരിയിലെ ഡാറ്റ, അതായത് നമ്മൾ ജനുവരിയിലെ കണക്കിൻ്റെ, അതായത് നമ്മൾ ജനുവരിയിൽ നമുക്ക് ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ അടുത്ത 25th അതായത് 25th അതായത് 25-ാം തീയതിയുടെ ഉള്ളിൽ, അതായത് 25-ാം തീയതി ഫെബ്രുവരിയുടെ ഉള്ളിൽ നമുക്ക് അടക്കാം. അത് അതിൻ്റെ ഉള്ളിൽ, അതാണ് ലാസ്റ്റ് 25 ലാസ്റ്റ് കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞാൽ 25-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനുവരിയിലത്തെ ഡ്യൂസ് നമ്മൾ അടക്കണം. ഡ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. അതേപോലെ നിൽ റേറ്റ് ആണെങ്കിലും മറ്റേതൊന്നും അവിടെ നമ്മൾ അടക്കേണ്ട കേസ് വരുന്നില്ല. പിന്നെ ചില കേസിൽ ഗവൺമെൻറ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ, ചിലപ്പോൾ കൊറോണ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചിലപ്പോൾ കിട്ടിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് 25th ആണ് ഇതിൻ്റെ കറക്റ്റ് സമയം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ അടുത്ത സെൽഫ് അസസ്മെൻറ്റിനെ കുറിച്ചാണ്. വാട്ട് ഈസ് സെൽഫ് അസസ്മെൻറ്റ് ഓഫ് ലാബിലിറ്റി? Self assessment of liability means that you calculate your taxes for a month by ascertaining outward supplies made during the month and your available input tax credit, and challan may be generated for the amount of self assessor's liability. Please note that while generating this challan, please choose monthly payment for quarterly return as the reason for making payment. അതായത് ഈ ഒരു രീതി നമ്മളിവിടെ മുൻപ് പറഞ്ഞതാണ്. അതായത് നമ്മൾ സെൽഫ് അസസ്മെന്റ് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ടാക്സ് ലാബിലിറ്റി, നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ഈക്വൽ ടു ടാക്സ് ലാബിലിറ്റി ആണെങ്കിൽ, അത് ഔട്ട്പുട്ട് കൂടുകയും ഇൻപുട്ട് കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ലാബിലിറ്റി വരും. അത് നമ്മൾ ഈ എങ്ങനെ അടക്കേണ്ട രീതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി പേയ്മെന്റ് ഫോർ ക്വാർട്ടർലി റിട്ടേൺ എന്നുള്ള ഒരു ചലാൻ സെലക്ട് ചെയ്യുമ്പോൾ, ഈ ഒരു ചലാൻ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഈ റീസൺ സെലക്ട് ചെയ്യണം. ഈ ഒരു റീസൺ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ പേയ്മെന്റ് അടക്കുക. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഹൗ ഡു ഐ ജനറേറ്റ് ചലാൻ? അതായത് നമുക്ക് എങ്ങനെ ഈ ചലാൻ ജനറേറ്റ് ചെയ്യുക? അതായത് നമ്മൾ അത് GSS സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് നമുക്ക് GSTയുടെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോയി ക്രിയേറ്റ് ചലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ മന്ത്ലി പേയ്മെൻറ്റ് ഫോർ ക്വാർട്ടർലി റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അവിടെ 35% ഓഫ് ഫിക്സഡ് മെത്തേഡും കാണാം, സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡും കാണാം. അപ്പം നിങ്ങൾക്ക് ഈ സംഭവം എന്താ മനസ്സിലായി വിചാരിക്കണു. അടുത്തത് ഒരു ചോദ്യം ചോദിക്കണേ. ഇഫ് ഐ ഹാവ് ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ദ ഫസ്റ്റ് മന്ത്, can the same be accounted for the adequate cash in the cash ledger for the second month? എന്താ വെച്ചാൽ നമ്മളെ ഒരു ക്യാഷ് നമ്മളൊരു മാസം ഫസ്റ്റ് മന്ത് അടച്ച ആ എമൗണ്ട് തന്നെയാണ് വീണ്ടും അടക്കേണ്ട ഒരു കേസ് വരുന്നത്. അപ്പൊ നമുക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇലക്ട്രോണിക് ലെഡ്ജറിൽ ക്യാഷ് എത്ര ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത മാസം വേണമെങ്കിൽ അടക്കാം. അപ്പൊ നിർബന്ധമല്ല നമുക്ക് അത് നമുക്ക് ആ ഫിക്സ്ഡ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൽഫ് അസസ്മെന്റ് മെത്തേഡാണ്. പിന്നെ നമുക്ക് അടുത്ത മാസം മുതൽ വേണമെങ്കിൽ ചെയ്യാം. ഒരു മാസം നമ്മൾ ക്യാഷ് ആയിട്ട് അടച്ചു ഒരു ഫിക്സ്ഡ് മെത്തേഡ് ആണെങ്കിൽ അടുത്ത മാസം നമുക്ക് സെൽഫ് അസസ്മെന്റ് മെത്തേഡിന് വേണമെങ്കിൽ അടക്കാം. പിന്നെ അടുത്ത കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, വാട്ട് ഈസ് 35% ഓപ്ഷൻ? അതായത് നമ്മൾ എന്താണ് 35% ആണ് ഫിക്സ്ഡ് മെത്തേഡാണ്. അതായത് ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു പേ സെൽഫ് അസസ്ഡ് ടാക്സ്, then you may simply
deposit 35% of net cash paid by your quarterly GSR 3B filed or 100% of the net cash paid. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മാൻഡേറ്ററി ഫോർ എക്സസൈസിങ് ദ സെയിം ഓപ്ഷൻ ഫോർ ദ ബോത്ത് ദ മന്ത്സ് is mandatory for the exercising the same option for the both months. You may choose നമുക്ക് ഇതിൽ ഏതൊരു ഓപ്ഷൻ വേണമെങ്കിൽ സെൽഫ് അസസ്മെന്റ് മെത്തേഡോ അല്ലെങ്കിൽ മറ്റേ ഫിക്സഡ് മെത്തേഡോ ആണെങ്കിൽ ഏതൊരു ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഫസ്റ്റ് 2 month നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പിന്നെ കൂടാതെ ഈസ് ദർ എനി ലേറ്റ് ഫീ ഫോർ ഡിലേഡ് പേയ്മെന്റ് ഓഫ് ടാക്സ് എനി ഓഫ് ഫസ്റ്റ്, അതായത് നമുക്കൊരു ഈ ഫസ്റ്റ് 2 month നമുക്ക് ഒരു ലേറ്റ് ഫീയും കാര്യങ്ങളൊന്നും വരുന്നില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ആ ഒരു ലേറ്റ് ആയാൽ പോലും പ്രശ്നമല്ല, നമുക്ക് അതൊരു പ്രശ്നം വരുന്നില്ല അത് എന്തായാലും. പിന്നെ അത് ഇനി ഫ്യൂച്ചറിൽ വരുമെന്ന് അറിയില്ല. നോ ദർ ഇസ് നോ ലേറ്റ് ഫീ ഫോർ ഡിലേഡ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഫോർ എനി ഓഫ് ദ ഫസ്റ്റ് 2 month. നമ്മളെ ഫസ്റ്റ് 2 monthൽ നമുക്ക് ലേറ്റ് ഫീ കാര്യങ്ങളൊന്നും വരുന്നില്ല പറയുന്നത്. അതുപോലെ ഹൗ ഡു ഐ വ്യൂ മൈ ചലാൻ ഹിസ്റ്ററി. ചലാൻ ഹിസ്റ്ററി ക്യാൻ ബി ഫോംഡ് ആഫ്റ്റർ ലോഗിൻ. നമ്മളെ GST പോർട്ടിൽ പോയി കഴിഞ്ഞാൽ സർവീസിൽ പേയ്മെന്റ് ചലാൻ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലാൻ ഹിസ്റ്ററി കാണാൻ കഴിയും. കൂടാതെ ക്യാൻ ഐ റിക്വസ്റ്റ് ഫോർ ക്യാഷ് ലെഡ്ജർ റീഫണ്ട് ഓഫ് എനി എമൗണ്ട് ഡെപ്പോസിറ്റ് ഇൻ മന്ത് M1 M12. അതായത് നമ്മൾ ഫസ്റ്റ് മന്തിൽ സെക്കൻഡ് മന്തിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് അത് റീഫണ്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? നോ. അപ്പോൾ നമുക്കത് കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല. ക്യാഷ് ലെഡ്ജർ റീഫണ്ട് അണ്ടർ ദി സ്കീം വിൽ ഓൺലി ബി അലൗഡ് ആഫ്റ്റർ ഫോം GSR 3B ഫോർ ദാറ്റ് ക്വാർട്ടർ ഹാസ് ബീൻ ഫൈൽഡ്. For example, if any amount has been deposited for the month of January, it will be only allowed for refund once GSR 3B for the quarter ending March has been filed. ഇവിടെ ഈ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജനുവരിയിൽ ഒരു ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫെബ്രുവരിയിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാഷ് നമ്മൾ ക്യാഷ് രജിസ്റ്റർ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ക്യാഷ് നമുക്ക് റീഫണ്ട്, ഇതിന് മുന്നേ കേസിലേക്കാണെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നു. ഈ ഒരു ക്വാർട്ടർലി സ്കീം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, റീഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്വാർട്ടർ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ആ 3B, അതായത് ആ ജനുവരി ഫെബ്രുവരി മാർച്ചിലായിരിക്കും ആ ക്വാർട്ടർ ഉണ്ടാവുക. ആ ക്വാർട്ടർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള ഒരു അവൈലബിലിറ്റി ഉള്ളൂ. അതായത് ആ 3B ചെയ്യുമ്പോൾ അവിടെ എത്ര ടാക്സ് വരുന്ന ആ ടാക്സ് ഒക്കെ കുറച്ചതിന് ശേഷം ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫണ്ട് റീഫണ്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ കൂടാതെ ക്യാൻ ഐ യൂട്ടിലൈസ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ മന്ത് M1 ആൻഡ് M2 ഫോർ ദ എനി അതർ പർപ്പസ്? നോ. നമ്മൾ ഈ ഒരു എമൗണ്ട് നമ്മൾ മന്ത്ലി അതായത് നമ്മൾ സെൽഫ് അസസ്മെന്റ് മെത്തേഡോ അല്ലെങ്കിൽ ഫിക്സഡ് മെത്തേഡിലൂടെ അടച്ച എമൗണ്ട് നമുക്കെന്ത് യു കനോട്ട് യൂട്ടിലൈസ് ദിസ് എമൗണ്ട് ഫോർ എനി അതർ പർപ്പസ് ബിഫോർ ഫയലിംഗ് ഫോം GSR 3B ഫോർ ദ ക്വാർട്ടർ. നമ്മൾ ആ ക്വാർട്ടറിന് GSR 3B ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്ലി ആ എമൗണ്ട് അടക്കുന്നത്. അത് M1, അതായത് ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്ത്ലി ആ ഫിക്സഡ് മെത്തേഡിലോ അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് മെത്തേഡിലോ അടക്കണ എമൗണ്ട് നമ്മൾ ആ 3Bക്ക് വേണ്ടി ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ അത് ഫയൽ ചെയ്തതിന് അത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് വേറെ ഒരു തരത്തിലും ലേറ്റ് ഫീക്കോ എന്തിനു വേണ്ടിയിട്ടോ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അടുത്ത ചോദ്യം, ഡീറ്റെയിൽസ് ഓഫ് വ്യൂവിംഗ് GSR 2 and 2B. I am quarterly taxpayer. Will I see GSR 2 and 2B also quarterly? No. GSR 2 and 2B will be continued to made available everyone. അതായത് നമ്മളെ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ GSR 2A 2B നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ആണ്. അപ്പം അതായത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നമ്മൾ ക്വാർട്ടർലി ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് GSR 2Bയും 2Aയും കാണാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്നുള്ളത്. അത് നമുക്ക് മന്ത്ലി സാധാരണ പോലെ തന്നെ നമുക്ക് GSR 2A 2B നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും മാറ്റമൊന്നുമില്ല. അവിടെ നമുക്ക് ഒരു IF ഫെസിലിറ്റീസ് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ ഓപ്ഷൻ ആയിട്ടുള്ളത്. 3B നമുക്ക് മാർച്ച് എൻഡിങ് വരുമ്പോഴാണ് മാത്രമേ ഉള്ളൂ അത് വരിക. ഡു ഐ ഹാവ് ഡു എനിത്തിങ് ഇൻ ദ ലാസ്റ്റ് മന്ത് ഓഫ് ക്വാർട്ടർ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫസ്റ്റ് ക്വാർട്ടർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, GSR 1 3Bയും ചെയ്യണം. നമ്മൾ GSR 1 പ്രകാരം നമ്മൾ എന്തെങ്കിലും IF ഫെസിലിറ്റി നമുക്കുണ്ട്. അതായത് നമ്മൾ IF ഫെസിലിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ GSR 1 വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ IF ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ B2B ബില്ല് വീണ്ടും തിരിച്ച് ഡബിൾ എൻട്രി ആവാതെ നോക്കണം. അപ്പോൾ നമ്മൾ ആ GSR 1 അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് മന്തിൽ IF ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ GSR 1 കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ 3Bയിൽ കറക്റ്റായി കാണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ മെയിൻലി പറയാൻ പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡേറ്റ്, അതായത് നമ്മളെ ക്വാർട്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ്. അതായത് നമ്മളെ ഫസ്റ്റ് ക്വാർട്ടർ, അതായത് നമ്മളെ കേരള, തമിഴ്നാട് അങ്ങനെ ചില സംസ്ഥാനങ്ങൾക്ക് നമ്മൾ 22nd ഓഫ് ദ മന്ത് സക്സീഡിങ് സച്ച് ക്വാർട്ടർ, അതായത്
നമ്മളെ ഏപ്രിൽ ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ച്, അതായത് മാർച്ച് ആ ഒരു ക്വാർട്ടർ വരുന്നത്, ജനുവരി ഫെബ്രുവരി മാർച്ച് ഉള്ള ക്വാർട്ടറിന്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 22 ആയിരിക്കും. ഏപ്രിൽ 22 ആയിരിക്കും. അതായത് സക്സീഡിങ് അതായത് അടുത്ത സെക്കൻഡ്, അതെ, 22nd ഓഫ് ദ മന്ത് സക്സീഡിങ് സച്ച് ക്വാർട്ടർ. അതായത് ഏത് ക്വാർട്ടറിന്റെ ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് 22nd ആയിരിക്കും അതിന്റെ ഡ്യൂ ഡേറ്റ് ഓഫ് എന്ത് ഫയൽ ചെയ്യേണ്ട നമ്മളെ ക്വാർട്ടർ. അപ്പൊ പിന്നെ ചില കേസിൽ 24 വരെ ഉണ്ട്. അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ആർ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, അതേപോലെ ആ കേസിലൊക്കെ 24 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൽ സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ QRMP സ്കീം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ ക്വാർട്ടർലി റിട്ടേൺ ആണോ അതൊരു കുറച്ചുകൂടി വിപുലീകരിച്ച് അത് QRMP സ്കീമിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ QRMP സ്കീം ആയിരിക്കും കണ്ടിന്യൂ ആയിട്ട് പോവുക. അപ്പോൾ ആ സ്കീമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് GSR 1ഉം 3B നമുക്ക് എന്ത് മന്ത്ലി ആണ്, അല്ല ക്വാർട്ടർലി ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്കീം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് GSR 1ഉം 3B നമുക്ക് ക്വാർട്ടർലി ചെയ്താൽ മതി. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളെ പേയ്മെൻറ്റ് നമുക്ക് മന്ത്ലി ചെയ്യണം. ടാക്സ് ഡ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി നമ്മൾ സെപ്പറേറ്റ് ചലാൻ ഉപയോഗിച്ചിട്ടോ, അതായത് നമ്മൾ ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റിൽ ചലാനം വെച്ചിട്ടോ അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡോ ഒരു ഫിക്സഡ് മെത്തേഡോ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞത്. അത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായി വിചാരിക്കുന്നു. നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് പഴയ ഒരു ക്വാർട്ടർലി റിട്ടേണിൻ്റെയും ഈ ഒരു QRMP സ്കീമിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞത് ഞാൻ. അതായത് നമ്മൾ GSR 1ഉം GS 3B നമ്മൾ എങ്ങനെ ക്വാർട്ടർലി GSR 1 ക്വാർട്ടർലി ആൻഡ് 3B മന്ത്ലി ആണ് നമ്മളെ പഴയ ക്വാർട്ടർലി റിട്ടേൺ ചെയ്തിരുന്നത്. നമ്മളെ QRMP സ്കീമിൽ GSR 3B ആൻഡ് GSR 1 ബോത്ത് ആർ ക്വാർട്ടർലി, രണ്ടും നമ്മൾ ഇത് ക്വാർട്ടർലിയാണ് ചെയ്തിരുന്നത്. പിന്നെ ടേൺ ഓവർ ലിമിറ്റ് 1.5 crore ആണോ, അതായത് ഈ 1.5 crore ഉള്ളിലുള്ള ആൾക്കാർക്കാണോ ഈ സ്കീം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ഇപ്പോൾ നമുക്ക് ലഘൂകരിച്ച് നമുക്കത് 5 crore വരെ വന്നിട്ടുണ്ട്. അതായത് പ്രീസീഡിങ് ഇയറിൽ 5 crore ഉള്ള ആൾക്കും കറണ്ട് ഇയറിൽ 5 crore ഉള്ളിലുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യുക, ഈ ഒരു അതിൻ്റെ ഉള്ളിലായിരിക്കണം, എന്നാലും അവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ കഴിയും. GSR 1 ആർ ക്വാർട്ടർലി സോ ഡിഫിക്കൽട്ട് ടു ക്ലെയിം ഇൻപുട്ട് ഓഫ് ദെയർ ഡീലേഴ്സ്. അതായത് നമ്മളെ കൗണ്ടർ പാർട്ടീസിന് നമ്മൾ GSR 1 നമ്മൾ ക്വാർട്ടറിലാണ് പ്രീവിയസ് ക്വാർട്ടറിൽ റിട്ടേൺ ചെയ്ത് തരുന്നത്. അത് നമ്മളതിന് മുമ്പുള്ള ക്വാർട്ടറിൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSR 1 നമ്മൾ ക്വാർട്ടറിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൗണ്ടർ പാർട്ടിക്ക് എന്ത് ചെയ്യാം, നമുക്ക് 3B അവരെ, അതായത് B2B ബില്ല് ഉള്ള ആൾക്കാർക്ക് അത് അവർക്ക് ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ GSR 1 ക്വാർട്ടറിൽ അതായത് നമ്മൾ B2B അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കൗണ്ടർ പാർട്ടീസിന് ഡിഫിക്കൽട്ട് ടു ക്ലെയിം ഇൻപുട്ട് ഓഫ് ദെയർ, അതായത് ഡിഫിക്കൽട്ട് ടു, അതായത് പ്രയാസമായിരുന്നു, അതായത് ഇൻപുട്ട് എടുക്കാനും GSR 2 വരില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് ലാപ്സായി പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ചാണെങ്കിൽ ഈ IFF ഫെസിലിറ്റി വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് B2B ബില്ല് മന്ത്ലി അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 lakhs വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് മന്ത്ലി നമുക്ക് 50 lakhs വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 13-ാം തീയതിയാണ്. അതായത് നമ്മൾ IFF ഫെസിലിറ്റി നമ്മൾ ജനുവരിയിലെ നമുക്കൊരു B2B ബില്ല് ഉണ്ടെങ്കിൽ, അത് ജനുവരിയിൽ നമുക്കൊരു 10 B2B ബില്ല് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫെബ്രുവരി 13-ാം തീയതിയുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് IFF ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ എൻട്രി ചെയ്തിട്ട് അതൊരു ഡാറ്റ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ 13-ാം തീയതിയുടെ ഉള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ 14-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫെസിലിറ്റി ഇത് ലാപ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ലൈവായിട്ട് എങ്ങനെ നമുക്കത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, GSTയുടെ ഡാഷ്ബോർഡിൽ വന്നിട്ട് നമുക്കത് എങ്ങനെയാണ് ഈ സ്കീമിലേക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ നമുക്ക് ഈ സ്കീം എങ്ങനെ തിരഞ്ഞെടുക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GSTയുടെ ഡാഷ്ബോർഡിൽ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ല, നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളവിടെ സർവീസ് കാണാം. നമുക്ക് ഈ സർവീസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിട്ടേൺസ് കാണാം. റിട്ടേണിൽ കാണാം ഓപ്റ്റ് ഇൻ ക്വാർട്ടർലി റിട്ടേൺ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ക്വാർട്ടർലി റിട്ടേൺ ഉള്ള ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു ക്വാർട്ടർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അപ്പോൾ നമുക്കിവിടെ ഈ ഒരു നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ക്വാർട്ടർ നമ്മൾ ഓൾറെഡി ഡിഫാൾട്ടായി വന്നതാണ്. നമ്മൾ മന്ത്ലി അത് നമ്മൾ ക്വാർട്ടറിലാണ് റിട്ടേൺ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഡിഫാൾട്ടായിട്ട് വന്നത് ക്വാർട്ടറിൽ. അപ്പോൾ ഈ കേസ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ, ഞാൻ 5 കോടിയുടെ, അത് 5 കോടിയുടെ ഉള്ളിലുള്ള ആൾക്കാർക്കൊന്നും ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 5 ഡിസംബർ മുതൽ 31 ഡിസംബർ വരെയുള്ള ഒരു ഓപ്ഷൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ജനുവരി മാർച്ചിലെ ക്വാർട്ടർ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. നമ്മൾ
ഇനി അതല്ല, ഇനി പുതിയ ആൾക്കാർക്ക്, അതായത് ഈ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് 31 ജനുവരിയുടെ ഉള്ളിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജനുവരി ടു മാർച്ചിലെ ക്വാർട്ടർ തിരഞ്ഞെടുക്കാൻ കഴിയില്ല, കാരണം അതിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വാർട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 21, 22 നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഈ നമുക്ക് ഏപ്രിൽ ടു ജൂണിലെ ക്വാർട്ടർ നമുക്ക് ഇവിടെ ക്വാർട്ടറിൽ നമ്മൾ ഇതിപ്പോ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പൊ ഇത് വേണമെന്നുള്ളവർക്ക് ഇത് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ മന്ത്ലി കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ചെയ്യാം. ക്വാർട്ടർലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകും, ക്വാർട്ടർലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് മന്ത്ലി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വാർട്ടർ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ക്വാർട്ടർലി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് മെയ് ടു 31 ജൂലൈ വരെയുള്ള ഒരു ഓപ്ഷൻ ടൈം ഉണ്ട്, അതിനുള്ളിൽ നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ഓരോ ക്വാർട്ടറിന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സമയം കൊടുത്തിട്ടുണ്ട്, അതിനുള്ളിൽ നമുക്ക് ഓരോ ക്വാർട്ടറും തിരഞ്ഞെടുക്കാം. ഇത് ഓരോ ഒരു ക്വാർട്ടർ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ക്വാർട്ടർ കംപ്ലീറ്റ് ചെയ്യണം. ആ ക്വാർട്ടർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ക്വാർട്ടർ പിന്നെ ഈ ക്വാർട്ടർലി സ്കീമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഏപ്രിൽ ടു ജൂൺ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അടുത്ത മാസം മുതൽ ക്വാർട്ടർലി നമുക്ക് റിട്ടേൺ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മെയ് ടു 31 ജൂലൈയുടെ ഉള്ളിൽ സമയമുണ്ട്, അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വാർട്ടറിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മന്ത്ലി റിട്ടേൺ ആയി എടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായി വിചാരിക്കുന്നു. 5 കോടിയുടെ ഉള്ളിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം. അതായത് GSR 3B 1 നിങ്ങൾക്ക് മന്ത്ലി ചെയ്യാം. പേയ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് GSR 1 3B നിങ്ങൾക്ക് അതായത് ക്വാർട്ടറിൽ മാത്രം ചെയ്താൽ മതിയായിരിക്കും. വേറെ ടാക്സ് ഡ്യൂസ് ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് മാത്രം മന്ത്ലി ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഈ ഒരു IF ഫെസിലിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ ഡാഷ്ബോർഡിൽ പോകണം. ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മളെ ഫയൽ റിട്ടേണിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കറണ്ട് ക്വാർട്ടർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ക്വാർട്ടർ നമ്മൾ ജനുവരി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജനുവരി ടു, അതായത് നമ്മൾ ക്വാർട്ടർ ജനുവരി ടു മാർച്ച് വരെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഫസ്റ്റ് മന്ത് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് മന്തിൽ നമുക്ക് ഇവിടെ പേയ്മെന്റ് അടക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പേയ്മെന്റ് അടക്കണമെങ്കിൽ നമുക്ക് പഴയ 3B പോലെ നമുക്ക് ഓപ്ഷൻ ഇല്ല. നമ്മളിവിടെ സർവീസിൽ പോയിട്ട് പേയ്മെന്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ചലാൻ അടക്കണം. ആ ചലാൻ്റെ രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ IF ഫെസിലിറ്റീസിലെ ഓപ്ഷനുകൾ എന്തൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ജനുവരിയിലെ ഡാറ്റ, അതായത് നമ്മൾ ജനുവരിയിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഫെബ്രുവരി 13 ഉള്ളിൽ, അതായത് ഫെബ്രുവരി 13 കട്ട് ഓഫ് ഡേറ്റ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ IF ഫെസിലിറ്റി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് B2B ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിവിടെ എന്ത് ചെയ്യുക, ഇവിടെ പ്രിപ്പയർ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് വന്നോന്നും അറിയില്ല. എന്തായാലും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓരോ ബില്ലുകൾ ഇവിടെ GSR 1 പ്രകാരം ഇവിടെ B2Bയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബില്ലുകൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ കൗണ്ടർ പാർട്ടീസിന് അത് എളുപ്പമാവും. അവർക്ക് അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും. അതേപോലെ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ബില്ലുകൾ അമെൻഡ് ചെയ്യണമെങ്കിൽ അടുത്ത മാസം നമുക്ക് അമെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ക്രെഡിറ്റ് നോട്ട്, എന്തെങ്കിലും ഡെബിറ്റ് നോട്ട് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് അമെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൗകര്യമാണെങ്കിൽ B2B ബില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു IF ഫെസിലിറ്റി യൂസ് ചെയ്യാം. അത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ കൂടാതെ തന്നെ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഞാനത് ചുരുക്കി പറയുകയാണ് ഏതായാലും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അത് നമ്മളെ കോൺടാക്റ്റ് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു മന്ത്ലി പേയ്മെൻറ്റ് നമുക്ക് ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ നമ്മളിവിടെ പേയ്മെൻറ്റ് എടുക്കുക. ഇവിടെ ക്രിയേറ്റ് ചലാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ കാണാം നമുക്ക് മന്ത്ലി പേയ്മെന്റ് ഫോർ ക്വാർട്ടർലി. ഈ റീസൺ ഫോർ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് സെൽഫ് അസസ്മെന്റ് മെത്തേഡ് ആയിട്ട് നമുക്ക് അടക്കാം. പിന്നെ 35% ഓഫ് ചലാനായിട്ട് അടക്കാം. പിന്നെ 100% ഓഫ് എന്ത് ചെയ്യുക, നമുക്ക് 100% ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മന്ത്ലി പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാം. നമുക്ക് ഇവിടെ ക്വാർട്ടർലി ആകുമ്പോൾ ഇവിടെ നമ്മൾ ക്വാർട്ടർലി ചെയ്തുകൊണ്ടാണ് ഇവിടെ 35 വരുന്നത്. മന്ത്ലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ 100% ഒരു ഓപ്ഷൻ വരും. ഇത് നമ്മൾ ക്വാർട്ടർലി ഓൾറെഡി കണ്ടിന്യൂ ആയി വരുന്നുണ്ട്. ഇവിടെ 35% ഓപ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് സെൽഫ് അസസ്മെന്റ് ആയിട്ടും അടക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട്, ആ പീരീഡ് കാര്യങ്ങളൊക്കെ അടച്ചിട്ട് നമുക്ക് അത് പ്രൊസീഡ്. അപ്പോൾ പേയ്മെന്റ് നമ്മൾ ക്യാഷിൻ്റെ അത് തിരഞ്ഞെടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് QRMP സ്കീം എന്താ മനസ്സിലായി വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.